നമ്മോടൊപ്പം ഉണ്ട്. വട്ടപ്പാറ സ്വദേശിനിയാണ്. എങ്ങനെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്? ആ അനുഭവങ്ങളൊന്ന് പറയാം. 1996 ജനുവരി 26 ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കുടുംബവും പാരമ്പര്യമായി CSIയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭവനമാണ്. ഞങ്ങളുടെ അമ്മയുടെ കുടുംബമൊക്കെ ധാരാളം CSI അച്ഛന്മാരുള്ള കുടുംബമാണ്. സന്ധ്യാപ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വളരെ നിഷ്ഠയോടുകൂടി ചെയ്യും. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് രാത്രി ആഹാരം തരത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു അനുഭവത്തിൽ തന്നെ വളർന്നു വന്നു. പക്ഷേ CSI ചർച്ചിലുള്ള എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ഞങ്ങൾ പങ്കെടുക്കും. എന്നാൽ രക്ഷിക്കപ്പെടുകയെന്നോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയോ എന്നുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് ഞാനൊരു മെൻ്റലി റിട്ടയർഡ് സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് വട്ടപ്പാറ സ്കൂളിൽ ഒരു സുവിശേഷ യോഗം നടക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ ഇതുപോലെ സുവിശേഷ യോഗങ്ങൾ വരുമ്പോൾ എൻ്റെ അമ്മ ഞങ്ങളെല്ലാവരെയും വിളിച്ച് ഈ മീറ്റിങ്ങിന് കൊണ്ടുപോകും. അതുപോലെ അന്നും പോയി. പക്ഷേ അന്ന് ആ ദൈവദാസൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ മനസ്സിനെ പിടിച്ചിരുത്തി. അന്ന് വളരെ തറപ്പിച്ച ആ ദേവദാസൻ പറഞ്ഞ കാര്യങ്ങൾ, ആരാണോ ദൈവവചനം അനുസരിക്കുന്നത് അവർക്കാണ് അനുഗ്രഹം. ദൈവവചനം അനുസരിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടും. അങ്ങനെ ദൈവവചനത്തെക്കുറിച്ച് ആഴമായിട്ട് ആ ദേവദാസൻ പ്രസംഗിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലും അപ്പോൾ ദൈവവചനം അനുസരിക്കണമെന്നുള്ള ഒരു തീരുമാനം എനിക്ക് വന്നു. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ആ പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ദൈവദാസൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവദാസൻ പറഞ്ഞു, ഇന്ന് കേട്ട വചനപ്രകാരം ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരമുയർത്തണം. അപ്പോൾ വാസ്തവത്തിൽ എനിക്കിങ്ങനെ കരമുയർത്തി പ്രാർത്ഥിക്കാനൊക്കെ നാണക്കേടാണ്. മാത്രമല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ അത് അതുപോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇരട്ടി ശിക്ഷ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതും പെട്ടെന്ന് ഭയങ്കരമായ കൊടുങ്കാറ്റിനേക്കാൾ എനിക്കത് ആ ശക്തി എനിക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത്ര ഭയങ്കരമായ ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ വന്നു. ഞാൻ അറിയാതെ എൻ്റെ കരമുയർത്തി പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരമെല്ലാം ഷിവർ ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ വ്യത്യാസം വന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളെ അടുത്തുനിന്ന് മാറി ഞാൻ മുമ്പോട്ട് നടക്കുകയാണ്. എന്തിനെന്ന് കേട്ടാൽ എനിക്ക് പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ മുമ്പോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിനടുത്ത് എത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചതാണ് എന്ന് എൻ്റെ അമ്മ എന്നോട് പറയാനായിട്ടിടയായി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ആകമാനം വ്യത്യാസമുണ്ടായി. അങ്ങനെയാണ് ഞാൻ 1996 ജനുവരി 26 ഈ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. അന്ന് മുതൽ എൻ്റെ ജീവിതം ആകെ മാറാനായിട്ട് തുടങ്ങി. മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവവചനം വായിക്കാൻ തുടങ്ങി. അപ്പോഴെൻ്റെ വിവാഹത്തിന് മുമ്പാണ് ഈ കാര്യം. അപ്പോൾ അന്ന് മുതൽ എൻ്റെ വീട്ടിലുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വളരെ വ്യത്യാസം. കരങ്ങളടിച്ചൊക്കെ പാടാൻ തുടങ്ങി, ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അറിയാതെ ശബ്ദമൊക്കെ അങ്ങ് ഉയർന്നു പോകും. അപ്പോൾ ഇതെൻ്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയാണല്ലോ, ഇതെന്തുകൊണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ആ ചേച്ചി, അവരുടെ അനിയത്തി, മക്കൾ അവരൊക്കെ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹിന്ദുക്കളാണ്, ഞങ്ങളും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു സന്തോഷത്തോടെ വരാൻ പറഞ്ഞു. അന്ന് അവരെങ്ങനെ പ്രാർത്ഥനയ്ക്ക് വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ പെട്ടെന്ന് ആ സഹോദരിയുടെ പൈശാചിക ബന്ധനം ആ പ്രാർത്ഥനയിൽ ചിളകാൻ തുടങ്ങി. ഞാൻ തന്നെ അതിശയിച്ചു പോയി. അങ്ങനെ പിറ്റേന്ന് അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ യേശുവിൻ നാമത്തിലൊക്കെ ശാസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ ചേച്ചിയുടെ അനിയത്തി ഓടി വന്ന് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം നടന്നു. എൻ്റെ 2 ബ്രസ്റ്റിലും മുഴയായിരുന്നു. ഡോക്ടർ, ഞാൻ 5 ദിവസം കൊണ്ട് പേർക്കുട ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വേറെ എവിടെയെങ്കിലും ചെന്ന് ഇത് കുത്തി പരിശോധിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ രാത്രി ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എൻ്റെ 2 ബ്രസ്റ്റിലെ മുഴ കാണാനില്ല എന്ന് ആ സഹോദരി പറയാനായിട്ട് തുടങ്ങി. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് ഞങ്ങളുടെ ദേശത്തുള്ള അനേകരത് മനസ്സിലാക്കി. ധാരാളം പേര്, അടുത്തടുത്തുള്ള ഓരോ വ്യക്തികളും പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു കൂട്ടായ്മ, 150 പേര് കൂടുന്ന ഒരു ആരാധന ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങാനായി തുടങ്ങി. അതാണ് ഞാൻ രക്ഷിക്കപ്പെടാനും ദൈവവേലയിലോട്ട് മുന്നോട്ട് പോകാനും ഇടയായത്. ഈ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ
ഈ ക്രിസ്തീയ പശ്ചാത്തലമുള്ള വ്യക്തികളെ കാണുമ്പോൾ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പാസ്റ്ററും അതുപോലെ കർത്താവ് ദാസിയൊക്കെ പറഞ്ഞ അനുഭവത്തിൽ യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചത് മുതലാണ് ജീവിതത്തിലൊരു സമൂലമായൊരു മാറ്റം ഉണ്ടായത്. വാസ്തവത്തിലൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് പേഴ്സണലായിട്ടുള്ള റിലേഷനിൽ എത്തിച്ചേരുന്നതിൻ്റെ അന്ന് മുതലാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ജനിക്കുമ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന് നമുക്ക് പറയാം. എന്നാലും ദൈവമായിട്ട് വ്യക്തിപരമായൊരു ബന്ധത്തിൽ എത്തിച്ചേരുക, അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ പ്രാർത്ഥന മുറിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രിയ മിഷണറി കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് രണ്ട് വ്യക്തികളും ജനിച്ചത്, വ്യത്യസ്ത പശ്ചാത്തലത്തിലാണ് ആയിരുന്നത് എങ്കിലും കർത്താവായ യേശുവിനെ കണ്ടെത്തിയ അന്ന് മുതൽ ജീവിതത്തിൽ സമൂലമായ മാറ്റം ഉണ്ടായി. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശുവുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുവെങ്കിൽ അവിടം മുതലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഇവിടെ ദേവദാസൻ